നാടൻ നെല്ലിക്കയുടെ ഗുണം ഇന്ന് കടകളിൽ കിട്ടുന്ന ഹൈബ്രിഡ് നെല്ലിക്കകൾക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇത്തരം നെല്ലിക്കകൾ വാങ്ങി പച്ചയ്ക്ക് കഴിക്കുകയോ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നത് നെല്ലിക്ക തീരെ കഴിക്കാതിരിക്കുന്നതിനേക്കാൾ ഭേദമാണ്. നെല്ലിക്കയെക്കുറിച്ച് ചില നല്ല ഓർമ്മകളുണ്ട്. ഒന്ന്, ശങ്കരാചാര്യരുടെ കനകധാരാ സ്തവമാണ്. എൻ്റെ അമ്മൂമ്മ എപ്പോഴും പറയുമായിരുന്നു, ഒരു പാവം നമ്പൂതിരി സ്ത്രീക്ക് ശങ്കരാചാര്യർ ഭിക്ഷയ്ക്ക് ചെന്നപ്പോൾ കൊടുക്കാനൊന്നുമില്ലാതെ വന്നിട്ട് ഒരു ഉണങ്ങിയ നെല്ലിക്ക എടുത്തു കൊടുത്തു. എന്നാലും എത്ര സ്നേഹത്തോടെ അത് കൊടുത്തതെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം നേരെ പോയി കനകധാരാ സ്തവം ചൊല്ലുകയും സ്വർണ്ണ നെല്ലിക്ക പൊഴിക്കുകയും ചെയ്തു എന്ന്. ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള നെല്ലിക്കയ്ക്ക് അത്രയ്ക്കുള്ള സ്വർണ്ണ നിറമൊന്നും ഇല്ലായിരുന്നു. നല്ല കരിയും പച്ച രസികം കയ്പും പുളിയുമുള്ള നെല്ലിക്കയായിരുന്നു. ഇതൊരു ഒരലി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരലി കൊണ്ടുപോയിട്ട് ഇടിച്ച് അതിൻ്റെ കുരു മാറ്റി അതിൻ്റെ ചാറെടുത്ത് സമം തേനും ചേർത്ത് മിക്കവാറും കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു നല്ല പാനീയം പോലെ കൊടുക്കുമായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളും ഇത് ഇഷ്ടമായിട്ട് കഴിക്കുമായിരുന്നു. കണ്ണിന് വളരെ നല്ലതാണ്, കാഴ്ചശക്തി ഉണ്ടാകും, പിന്നെ തലമുടി ധാരാളം വളരും എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. കുറച്ചൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ട്. കണ്ണിന് കാഴ്ചയും തലമുടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ ഇതിൻ്റെ ഫലമായിട്ടുണ്ടായി എന്ന് എനിക്ക് വിശ്വസിക്കാം. നെല്ലിക്ക വെച്ച് ചമ്മന്തി അരയ്ക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. ചാറെടുത്ത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ആ ചാറെടുത്തതിന് ശേഷമുള്ള, ഞങ്ങളതിന് പറയുന്നത് പിശിട് എന്ന് പറയും, അത് തേങ്ങ പോലെ ഇരിക്കും ഏകദേശം. അതും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് അരച്ച് ചമ്മന്തി കഞ്ഞിക്കും കപ്പയ്ക്കും ഒക്കെ തരുമായിരുന്നു. അതൊക്കെ കഴിക്കുമ്പം ഒരു പ്രത്യേക കറുപ്പ് നിറം നെല്ലിക്കയുടെ ചമ്മന്തിക്ക് എനിക്ക് തോന്നുമായിരുന്നു. അപ്പോൾ ഇതെന്താ ഇങ്ങനെ കറുത്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ പറയും, അത് മുഴുവനും അയണാണ്, വളരെ നല്ലതാണ്, അയണാണ്, കഴിച്ചോളൂ എന്ന് പറയും. അപ്പോൾ ഇതാരും നിഷേധിക്കില്ല, എല്ലാവരും നെല്ലിക്ക കഴിക്കും. അപ്പം നെല്ലിക്ക തേന്, അതോടൊപ്പം കൂടുതൽ വരുന്ന നെല്ലിക്ക ചവനപ്രാശം ഉണ്ടാക്കും. അതും വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. വീട്ടിൽ തന്നെ അതിനുള്ള ആളുകൾ നിന്ന് എല്ലാ കൂട്ടുകളും ചേർത്ത് ചവനപ്രാശം വലിയൊരു ഭരണിയിലാക്കി അറയിൽ കൊണ്ടുപോയി അത് നെല്ലിനകത്ത് താത്തി വെക്കും. എന്നിട്ട് ശുദ്ധിയും വൃത്തിയും ഒക്കെയുള്ള ആരെങ്കിലും പുരുഷന്മാർ, സ്ത്രീകളെ അറയിൽ കയറ്റുകയില്ല, അവർ കയറി ഇത് ഒരു പാത്രത്തിലേക്ക്, ചെറിയ പാത്രത്തിലേക്ക് സ്പൂൺ കൊണ്ട് എടുത്തുകൊണ്ട് വന്ന് വരിയായിട്ട് കുട്ടികളെയൊക്കെ നിർത്തി എല്ലാവർക്കും ചവനപ്രാശം കൊടുക്കും. അതും വളരെ എല്ലാത്തരം ന്യൂട്രീഷനും ഉള്ള ഒരു ലേഹ്യം അന്നത്തെ കാലത്തുള്ളതാണ്. അതും ധാരാളം കഴിച്ചിട്ടുണ്ട് ഞാൻ. അത് കൂടുതൽ ചോദിക്കും. ഈ അരവണ പായസമൊക്കെ ചോദിക്കുന്ന പോലെ കുട്ടികൾ കൂടുതൽ ചോദിക്കും. അപ്പോൾ ഹീമോഗ്ലോബിനൊക്കെ ഉള്ള കുട്ടികൾക്ക് കുറവും, അത് രക്തപ്രസാദം കുറഞ്ഞ കുട്ടികൾക്ക് അത് കൂടുതലും കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നമ്മൾ കുറേ നേരമായി മരുന്നിനെക്കുറിച്ചും അതിൻ്റെ ചികിത്സയെക്കുറിച്ചും പറയുന്നു, അല്ല ഭക്ഷണത്തെക്കുറിച്ചും പറഞ്ഞു. ഇതിനെല്ലാം പുറമെ എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃത്യാ ഉള്ളൊരു ചോദനയാണ് സൗന്ദര്യബോധം. അത് നിലനിർത്താനായി എല്ലാ ജീവജാലങ്ങളും ശ്രമിച്ചുകൊണ്ടിരുന്നു. ആദ്യകാലം മുതൽ മനുഷ്യനും ഇത്തരം ചില ചോദനകളുണ്ടായിരുന്നു. സുന്ദരിമാർക്കും സുന്ദരന്മാർക്കും നെല്ലിക്ക ഉപയോഗിച്ച് സൗന്ദര്യം നിലനിർത്താനുള്ള ചില പൊടിക്കൈകളുണ്ട്. സാധാരണ നമ്മൾ വീടുകളിൽ നമ്മൾ സ്വയം ചെയ്യുന്ന ചില ചികിത്സാ രീതികളുണ്ടല്ലോ. ഇപ്പോൾ ജലദോഷം മറ്റു ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ തുളസി നീരും കുരുമുളകൊക്കെ ഇട്ട് കഷായമൊക്കെ വെക്കാറുണ്ടല്ലോ. അതുപോലെ നെല്ലിക്ക ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വയം ചെയ്യുന്ന, വീടുകളിൽ ചെയ്യുന്ന ഗൃഹ ചികിത്സാ രീതികളിൽ എന്തെങ്കിലും ഉണ്ടോ? സാധാരണയായിട്ട് നെല്ലിക്ക വെള്ളത്തിലിട്ട് തിളപ്പിച്ച് തല കഴുകാൻ ഉപയോഗിക്കാൻ നെല്ലിക്ക ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും സ്ത്രീകൾ നെല്ലിക്ക ഉപയോഗിക്കാറുണ്ട്. ഈ വെള്ളം തിളപ്പിക്കാൻ, തല കഴുകണ വെള്ളം തിളപ്പിച്ച് ആറിയിട്ടുള്ള വെള്ളമാക്കുക. അതേപോലെ ഇത് മാറണുണ്ടോ നോക്കിക്കോളൂ. അതേപോലെ ഈ നെല്ലിക്ക സാധാരണ മുടിയില്ല എന്ന് പറഞ്ഞിങ്ങനെ ഒരു പരാതി ഇപ്പോൾ വളരെ അധികമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിപ്പോൾ നിങ്ങൾക്കൊക്കെ നിശ്ചയം ഉണ്ടാവും. സാധാരണ പണ്ടത്തെ ഒരു സമ്പ്രദായത്തിൽ ഈ നെല്ലിക്കയ്ക്ക് അതിൽ വളരെ വലിയൊരു കൈയുണ്ട്. പഴയ നെല്ലിക്ക സാധാരണ പണ്ടത്തെ സമ്പ്രദായത്തിൽ പഴയ തറവാടുകളിൽ നെല്ലിമരം വളപ്പിലുണ്ടാവും. ആ നെല്ലിക്ക ഉണ്ടാവണ കാലത്ത് അത് തല്ലിക്കൊഴിച്ച് ഉണക്കി തട്ടും പുറത്ത് കൊണ്ടിടും. പഴയ നെല്ലിക്ക എന്നാ പറയാൻ. അത് ചിലപ്പോൾ 10 കൊല്ലവും 8 കൊല്ലവും ഒക്കെ പഴക്കമുള്ള നെല്ലിക്ക ഉണ്ടാവും. ആ പഴയ നെല്ലിക്ക അതൊന്നും ഇപ്പം ഇല്ല കേട്ടോ. ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം, അത്രേ ഉള്ളൂ. എന്നാലും പറയണല്ലോ, ഒരാൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ, അതിന് വേണ്ടി പറഞ്ഞു. ആ നെല്ലിക്ക ഒരു പോങ്ങ നെല്ലിക്ക എടുത്തിട്ട് ഈ രാവിലെയാണല്ലോ കുളിക്കുക സാധാരണയിൽ വരിക. കുളി വരില്ല, സാധാരണ രാവിലെയാണല്ലോ വരിക. തലേ ദിവസം വൈകുന്നേരത്ത് അരി വാർക്കുമ്പോൾ ആ വാർത്ത കഞ്ഞി ഒരു
ഒരു പാത്രത്തിൽ ഒരു ലേശം എടുക്കുക, നാഴിയോ മുക്കാൽ നാഴിയോ കുറച്ചെടുക്കുക. അതിലൊരു പൊങ്ങ നെല്ലിക്ക അതിലിടുക. ഈ പഴയ നെല്ലിക്ക, തട്ടുംപുറത്തുനിന്ന് കൊണ്ടുവന്ന നെല്ലിക്ക, അതിൻ്റെ കുരു കളഞ്ഞ് അതതിലിടുക. വെളിച്ചാകുമ്പോൾ അതെടുക്കുക. അതെടുത്തിട്ട് തിരുമ്പി പിഴിഞ്ഞ് അതിന് കുറച്ച് ചണ്ടി ഉണ്ടാവും, ആ ചണ്ടിയാണ് കളയാം. എന്നാൽ വഴുവഴുത്ത ഒരു വെള്ളമാണ് ബാക്കി ഇടുക. അതായത് പഴങ്കഞ്ഞിയും നെല്ലിക്കയുടെ അംശവും കൂടിയിട്ടുള്ള ഒരു സാധനമാണത്. അത് തലേ തേച്ച് കുളിക്കുമ്പോൾ അത് മെഴുക്കെന്താ തേക്കണമെന്ന് വെച്ചാൽ അത് തേക്കാം. അതേപോലെ അത് തലേ തേച്ച് കുളിക്കുക. ഇത് മുടിക്ക് വളരെ വിശേഷമായിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ആളുകളോട് എല്ലാവരോടും ഇത് കഴിയുമെങ്കിൽ ഇത് ചെയ്യാൻ പറയാറുണ്ട്, സാധാരണയായിട്ട് പറയാറുള്ളതാണ്. അത് അത്ഭുതകരമായൊരു മാറ്റം, അത് അത്ഭുതമായിട്ടുള്ള ഫലം കാണാറുണ്ട്. നിറത്തിനും വളർച്ചയ്ക്കും അത്ഭുതമായിട്ടുള്ള ഫലം കാണാറുണ്ട്. എൻ്റെ മുത്തശ്ശിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കയ്യോന്നി എന്ന ഒരു ചെടി, അത് സാധാരണ തൊടിയിൽ കണ്ടുവരുന്ന ചെടിയാണ്. ഇത് പറിച്ചെടുത്ത്, അത് സമൂലം പറിച്ചെടുത്ത്, സമൂലം എന്ന് പറഞ്ഞാൽ വേരുൾപ്പെടെ പറിച്ചെടുത്ത് അത് കാച്ചി എണ്ണയായിട്ട് തലയിൽ വെച്ചാൽ തല സംബന്ധമായിട്ടുണ്ടാകുന്ന അസുഖങ്ങൾക്കും തലമുടിക്കുമൊക്കെ വളരെ നല്ലതാണെന്ന് അന്ന് മുത്തശ്ശിയൊക്കെ പറഞ്ഞിരുന്നു. അവരെല്ലാവരും അത് വെച്ചിരുന്നു. അപ്പം കയ്യന്യാദി എണ്ണ എന്ന് പറഞ്ഞൊരു എണ്ണയുണ്ട്. അതിൽ കയ്യോന്നിയും പിന്നെ അതിൻ്റെ കൂടെ കുറേ ആദിയായവകളും കൂടി എന്നുള്ള അർത്ഥത്തിലാണ് കയ്യന്യാദി എന്ന് പറയുന്നത്. അതിൽ ഈ ആദിയിൽ ഉൾപ്പെട്ട ഒരു ഏറ്റവും ഗുണമുള്ള, അതിൽ കയ്യന്യാദി എണ്ണയിൽ ചേർക്കുന്ന ഒരു ഔഷധമാണ് നെല്ലിക്ക. അതിൽ ചേരുന്ന ഏറ്റവും നല്ലൊരു ഔഷധമാണ് നെല്ലിക്ക. അപ്പോൾ നെല്ലിക്ക ചേരുന്ന സമയത്ത് നെല്ലിക്കയുടെ പ്രത്യേക ഗുണം ഒന്ന്, തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും, അത് ഉറക്കിന് ഗുണം ചെയ്യും. പിന്നെ നമ്മൾ തലയോട്ടിക്ക് മേലെ ഉണ്ടാവുന്ന താരൻ എന്ന് പറയുന്നൊരു അസുഖം ഉണ്ടല്ലോ, നമ്മൾ ദാരുണകം എന്ന് പറയും ആയുർവേദത്തിൽ, അത് ഒരു പരിധിവരെ കുറക്കും നെല്ലിക്ക. തലച്ചോട് അകറ്റി കുളിർമ പകരാനുള്ള അപാരമായ കഴിവുണ്ട് നെല്ലിക്കയ്ക്ക്. ശീതവീര്യമുള്ളതാണ് എന്ന പ്രത്യേകതയെ കൂടാതെ ഇതിലെ വൈറ്റമിനുകളും പ്രോട്ടീനുകളും തലമുടി വളരാൻ സഹായിക്കുന്നു. മുടികൊഴിച്ചിൽ തടയാൻ കഴിയുന്നത് തന്നെ നെല്ലിക്കയുടെ ഒരു ഉത്തമ ഗുണമാണ്. അതുപോലെ ധാത്രിയാദി എണ്ണ, ബലാധാത്രിയാദി എണ്ണ, ഇങ്ങനെ മുടിക്ക് നന്നായിട്ടുള്ള, സ്ത്രീകൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്ന അനവധി ഈ തലയിൽ തേക്കാനുള്ള എണ്ണകൾ ശാസ്ത്രത്തിൽ വിധിക്കുന്നുണ്ട്. അത് ഉണ്ടാക്കാറുമുണ്ട്, പലതും ഉണ്ട്. മുഴുവൻ ഇപ്പം ഇങ്ങനെ പറയാൻ വേണമെങ്കിൽ ലിസ്റ്റ് എടുക്കാണ്ട് പറയാൻ പറ്റില്ല. മുഴുവൻ 2 പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കഞ്ഞുണ്ണിയാദി അതിൽ നെല്ലിക്കയുണ്ട്. കഞ്ഞുണ്ണി ചിറ്റമൃദു നെല്ലി പിഴിഞ്ഞ നീരിൽ തൈലം പചേത പയസ മധുകാഞ്ചനാഭ്യാം. ഇതാണ് യോഗം. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ സാധനം കൊണ്ടാണ് കഞ്ഞുണ്ണിയാദി ആവണത്. അപ്പോൾ അതിൽ നെല്ലിക്കയുണ്ട്. പച്ച നെല്ലിക്ക വേണമല്ലോ, ഇടിച്ച് പിഴിയണമെങ്കിൽ പച്ച നെല്ലിക്ക വേണം. അതിൽ ചേർക്കാറുണ്ട്. സാധാരണ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. കഞ്ഞുണ്ണി ചിറ്റമൃത് നെല്ലി പിഴിഞ്ഞ നീരിൽ, കഞ്ഞുണ്ണി ചിറ്റമൃത് നെല്ലിക്ക, ഇത് പിഴിഞ്ഞിട്ടുള്ള ഇടിച്ച് പിഴിഞ്ഞ നീര്, തൈലം പചേത എണ്ണ കാച്ചുക, പയസ പാലും ചേർത്ത്, മധുകാഞ്ചനാഭ്യാം ഇരട്ടി മധുരവും മഞ്ചനക്കല്ലും കലക്കനായി. കഴിഞ്ഞു, മുഴുവനായി. കഞ്ഞുണ്ണി വിളിച്ച എണ്ണയുടെ യോഗായി. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ അനവധി എണ്ണ ഉണ്ട്, 1 2 ഒന്നുമല്ല. പറഞ്ഞിപ്പോൾ ഇങ്ങനെ കഴിയില്ല, അനവധി എണ്ണം വരും.